മാരേജിന് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ബസ്സിലായിരുന്നു പോയത്, എരുമേലിയിലായിരുന്നു കേട്ടോ കല്യാണം. അപ്പം ഞങ്ങൾ ഇത് അടുത്ത ബസ്സിൽ കയറിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ 2 ബസ് കയറിയിട്ടായിരുന്നു അവിടെ പോയത്. കല്യാണം ഉണ്ടായിരുന്നത് നമ്മുടെ സൺറൈസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ആയിരുന്നു കേട്ടോ. ആള് നമ്മുടെ കസ്റ്റമറാണ്, നമ്മൾ പ്രത്യേകം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ കല്യാണത്തിന് പോവാണ്. നമ്മുടെ കൂടെയുള്ള ഇവർ 2 പേരും സൺറൈസിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഈ കല്യാണത്തിന് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ആദ്യം കുടിച്ചു. കുറേ ഫ്ലേവറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേര് 4 ഫ്ലേവർ എടുത്തിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു അവരുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പയ്യനും സൺറൈസിൽ വർക്ക് ചെയ്യണതാണ് കേട്ടോ ഇവർ 2 പേരും. അപ്പം അങ്ങനെ നല്ല അടിപൊളി കല്യാണമായിരുന്നു. ഫുഡൊക്കെ നല്ല രസമായിരുന്നു. നെജ എന്നാണ് ആളുടെ പേര്. ആൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ മാരേജിന് ഒരുങ്ങിയിരിക്കണത് കാണാനായിട്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് മോളിൽ പോയി. മോളിൽ നിന്ന് എല്ലാം കാണാനായിട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് എല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. പിന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയി, കാരണം നല്ല ആളുണ്ടായിരുന്നുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയി. അത് നമുക്ക് മെയിൻ പരിപാടിയാണല്ലോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് പട്ടി ഷോ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ വന്ന് ഫുഡ് കഴിച്ചത്. തിരക്കൊക്കെ ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞപ്പം നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ ഗൈസ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. ആൾക്ക് ഇങ്ങോട്ട് എത്താത്തതുകൊണ്ട് തന്നെ ചേച്ചി പുറകിലോട്ട് കൈ പിടിച്ചിട്ടായിരുന്നു റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഐസ്ക്രീമിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കഴിച്ചു. ഒന്നും നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കൈ നീട്ടി പിടിച്ച് മേടിച്ചു കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് സൺറൈസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഓട്ടോയിലായിരുന്നു കേട്ടോ. ആൾ ഞങ്ങളെ സേഫായിട്ട് കൊണ്ടുവന്ന് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് വീണ്ടും ഒരു ബസ്സും കൂടെ കയറിയാലായിരുന്നു പേട്ടയിൽ എത്താൻ പറ്റുക. ഞങ്ങൾ അങ്ങനെ ഓട്ടോയിൽ ഇത്രയും പേരും കൂടെ തിങ്ങി പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നത്, എല്ലാവരും ട്രാവൽ വ്ളോഗൊക്കെ എടുക്കണ കാണുമ്പോൾ നമ്മളുടെ ഒരു കൊതി മൂലം നമ്മൾ എടുത്തതാണ് കേട്ടോ ഈ ട്രാവലിംഗ് വീഡിയോ. ഇത് ചെറിയൊരു മാരേജിന് പോയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഞങ്ങൾ ചുമ്മാ ആസ്വദിച്ചു. പിന്നെ ഇത് ഞങ്ങൾ കൊട്ടാരത്തിൽ കയറി ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ നല്ല ആളായിരുന്നു ഗൈസ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വാട്ടർമെലനും തന്നെ ചേച്ചി ആപ്പിളും ആണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് അടുത്ത ബസ്സിന് കയറിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോഴാണ് ടിക്കറ്റിൽ ഫീമെയിൽ എന്നുള്ള ഓപ്ഷൻ വന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അതിനായിട്ട് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ 2 പേരും 2 ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലത്തെ ഓട്ടോയിൽ ഞാനും ബാക്കിലത്തെ ഓട്ടോയിൽ തന്നെ ചേച്ചിയും വരികയാണ്. അതിനായിട്ട് ഞങ്ങൾ 2 വഴിക്ക് പോയി. ഇനി വീട്ടിലേക്ക് പോണ ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല പൈനാപ്പിൾ തോട്ടമാണ് ഫുള്ള്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ആ കല്യാണം കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഗൈസ്.